അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഇത് കയറിയിട്ട് നമുക്ക് മുകളിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്ട. ഞങ്ങൾ കയറി ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇത് കണ്ടോ, അവസാനം കയറുമ്പോഴത്തേക്കും വലിയൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഏണിയാണ്. അത് കയറി ഞങ്ങളത് മേളിൽ ആന്ധ്രോത്തിലെ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. അതെ, ഇവിടെ കുറേ പേരുണ്ട് ഇവിടെ കേട്ടോ. ഹായ്. അതുകൊണ്ടോ ആന്ധ്രോത്ത് ദ്വീപ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ആന്ധ്രോത്ത് ദ്വീപ് കണ്ട, കടൽ ചുറ്റും കടലാണ്. 360 ഡിഗ്രി കടലാണ്. ഇത് കണ്ടില്ലേ. ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30 മണി അല്ലേ? 5:30 മണിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ. സൂപ്പറാണ്. നമുക്ക് അവിടെ പറഞ്ഞില്ലേ 5 മണി തൊട്ട് 6 മണി വരെ നമുക്കിവിടെ ഇങ്ങനെ വിസിറ്റേഴ്സിന് കയറാനുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്ക് അവിടെ താഴത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പാസ് ഉണ്ട്. ആ പാസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുകളിൽ കയറിയിട്ട് ഈ ദ്വീപിൻ്റെ ഈ ബ്യൂട്ടി മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു എന്താണെന്നറിയില്ല, റഡാർ, അതിൻ്റെ ആ ലൈറ്റ് വരുന്നത് അവിടെ മുകളിൽ നിന്നാണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ. അവിടെ അറ്റത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബോട്ടൊക്കെ പോകുന്ന കാണുന്നുണ്ട്. അങ്ങ് ദൂരത്താണ്, ഒരു പൊട്ട് പോലെയാണ്. അപ്പോൾ നിങ്ങൾ ആന്ധ്രോത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈറ്റ് ഹൗസും കൂടി കാണണം കേട്ടോ. ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്ട. എങ്ങനെയുണ്ട്? ഉപ്പിന് നല്ല ഉപ്പുണ്ടോ? അപ്പൊ എവിടെ കണ്ടില്ലേ, ബീച്ചിൽ ഇവിടെ നിറച്ച അടിപൊളിയാട്ടോ. അതായത് കണ്ടില്ലേ, നേരെ അടിച്ച് കയറണം. നോക്കിയാ അപ്പോൾ ഇത് കണ്ടോ, ഈ കാണുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചത്. ഞങ്ങൾ താമസിക്കുന്നത് ഇത് കണ്ടോ, അതിന് നേരെ തൊട്ടടുത്തുള്ള ഇവിടെ ബിൽഡിംഗ് കണ്ടോ, ഈ കാണുന്ന മഞ്ഞ ബിൽഡിങ്, ഇവിടുത്തെ റൂംസിലാണ് താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയുണ്ടോ. നമ്മൾ താമസിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിവിടെ മാക് ടവർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇത് ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് താമസിച്ചത്. അവിടെ കെയർ ടേക്കറായിട്ട് ഇത് കണ്ടില്ലേ, ഖലീൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പറാണ് ഈ കാണിച്ചേക്കണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ബസ്സിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ 50 രൂപ പോയിൻ്റ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഇത് നമ്മുടെ റൂം ഇതാണ് കേട്ടോ. AC ഉണ്ട്, ഒരു ചെറിയ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, TV. അടുത്തത് കവരത്തിയിലോട്ടാണ് ഞങ്ങൾ പോണത് അല്ലേ? നമ്മളവിടെ പോണത് കവരത്തി. യെസ്. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ ക്യാപ്റ്റൻ കേട്ടാ, സാബു. സാബു അതാണ് നമ്മുടെ ആശാൻ ക്യാപ്റ്റൻ. അപ്പോൾ ഞങ്ങളുടെ പോകാനുള്ള വണ്ടി റെഡിയായി.
ലൈറ്റ് ഹൗസിലാണ് നമ്മൾ ഇന്നലെ പോയത്. അവിടെ ആ ഇങ്ങറ്റത്ത് കാണുന്നതാണ് ആ മൂല ബീച്ച് എന്ന് പറയുന്നത്. നമ്മൾ അവിടെയാണ് ഇന്നലെയൊക്കെ. അപ്പോൾ ഞങ്ങൾ വെസലിനുള്ള കാത്തിരിപ്പിലാണ്. ഇത് കണ്ടോ, നമ്മുടെ ആന്ത്രോത്ത് പോർട്ടിൽ ഉരു കിടക്കണ കണ്ടോ. ഇത് ഉരുന്ന് സാധനങ്ങൾ നമ്മുടെ ഇവിടുത്തെ ലോറിയിലോട്ട് ട്രക്കിലോട്ട് കയറ്റണതാണ്. അതായത് ഇത് മംഗലാപുരത്തു നിന്ന് വന്നേക്കണ ലോഡാണ്. മുളക്, മൈദ, അരി, അങ്ങനെ സാധനങ്ങൾ. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും മംഗലാപുരം, കോഴിക്കോട്, കൊച്ചി അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഇത് വേറൊരു ഉരു ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതും ഇതുപോലെ സാധനങ്ങളായിട്ട് ഇവിടെ വന്നേക്കണേ. ഇപ്പോൾ ഇത് ഡെയിലി ഉരു വരുമെന്ന് പറയണം. ഡെയിലി ഇങ്ങോട്ടുള്ള സാധനങ്ങൾ, ഈ ദ്വീപിലോട്ടുള്ള സാധനങ്ങൾ, അതുപോലെ ഓരോരോ ദ്വീപിൽ. ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ കുറച്ച് ഇത് സാധനങ്ങൾ ഇറക്കും, വേറെ ദ്വീപിലിറക്കും, അങ്ങനെ ഇറക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഉരുവിൽ സാധനങ്ങൾ വേണ്ട എന്തൊക്കെയാണ് നോക്കിയാൽ, സവാള, പച്ചക്കറികൾ, പെപ്സി, അങ്ങനെ സാധനങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പോർട്ടിലെ കാഴ്ചകളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം, ദ്വീപിലോട്ടുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ നമ്മുടെ കൊച്ചിയിൽ നിന്നും മംഗലാപുരം, കോഴിക്കോട് നിന്നൊക്കെയാണ് വരുന്നത്. ഇവിടെ ആകെയുള്ളത് തേങ്ങയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടോ, ഭയങ്കര ക്ലിയർ വാട്ടറാണ് കേട്ടോ. നമുക്ക് താഴത്തെ ഉള്ള കല്ല് പോലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത്രക്ക് ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. വെസലിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ വെസലിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. നമ്മുടെ വെസൽ ഇവിടെ എത്തിയിട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വെസൽ. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ മുഴുവൻ ആന്ത്രോത്ത് കവരത്തി ദ്വീപിലെ കാഴ്ചകളാണ്. അവിടെയാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോണത്. ഇത് നമുക്ക് പോകാനുള്ള വെസലാണ് കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞില്ലേ, ആന്ത്രോത്തിലാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വെസൽ കയറി നമ്മൾ കവരത്തിക്കാണ് പോകുന്നത്. അപ്പോൾ ആ വെസലിലുണ്ടായിരുന്ന ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ലഗേജ് കയറ്റാനുണ്ട്. അവിടെ നമ്മുടെ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ മേളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ റിസീവ് ചെയ്യാൻ വരുന്ന ആൾക്കാരും തിരിച്ച് ഈ വെസലിൽ കയറാൻ വരുന്നിരിക്കുന്ന ആൾക്കാരും ഒക്കെയാണ്. വെസലിൽ നിന്ന് ആളിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെസൽ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, വെസലിൻ്റെ ബാക്ക് സൈഡാണിത്. അത് കണ്ടില്ലേ, ഇവിടെ ഒരു എന്താ മോട്ടർ പോലത്തെ ഒരു സംഭവം, അപ്പുറത്തൊരു മോട്ടർ പോലത്തെ സംഭവം. അതിൻ്റെ നടുക്ക് ആ ഒരു ഹോളോയാണ്, കേവാണ്. അപ്പോൾ ഇതിൽ മോട്ടർ സാധാരണ നമ്മൾ വിചാരിക്കും പുറകിൽ പങ്ക വെച്ചിട്ട് അങ്ങനെ അടിച്ചാണ് നമ്മൾ പോകുകയെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല ഇതിൻ്റെ സിസ്റ്റം. അതായത് ഇത് വെള്ളം ഇതിൽ പ്രഷർ അകത്തോട്ട് വലിച്ചെടുത്തിട്ട് വെള്ളം പിന്നെ തിരിച്ച് പ്രഷറിലടിക്കുമെന്ന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിസ്റ്റൺ ഉണ്ട് തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് സിസ്റ്റം എന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ കവരത്തി എത്തിയിരിക്കുകയാണ്. കവരത്തി ബോട്ടിൽ തന്നെയാണ്. ഇത് കണ്ടില്ലേ, കവരത്തിൽ ഞങ്ങളുടെ വെസലിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല വാട്ടറൊക്കെ നല്ല ഇവിടുത്തെ കണ്ടില്ലേ, പച്ച കളർ വാട്ടറാണ്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ തിര വന്ന് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം നല്ല സ്റ്റഡി ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക, ദ്വീപുകളുടെ മെയിൻ സ്ഥലം കേട്ടോ. നമ്മളെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടല്ലോ, ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പുള്ളിയുടെ ബംഗ്ലാവൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ അതേ വെസലിൻ്റെ പുറത്ത് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ പോർട്ടിൽ വന്നു. കവരത്തി ദ്വീപിലാണ്. ലഗേജൊക്കെ നമ്മൾ എടുത്തു. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വെസൽ കേട്ടോ.
ഞങ്ങൾ വെസൽ ഇറങ്ങിയതിൻ്റെ സൈഡിലുള്ള മീനാണ് കേട്ടോ. Welcome to Kavaratti.